വള്ളപ്പാട്ടുകൾ കേട്ട് മനസ്സ് നിറയാനും വള്ളസദ്യ കൊണ്ട് വയറ് നിറയാനും തിരുവാറന്മുളയപ്പൻ്റെ മണ്ണിലേക്ക് ജനസഹസ്രങ്ങൾ ഓടിയെത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ജൂലൈ 19 മുതൽ ആരംഭിക്കുകയാണ്. കേവലം ഒരു സദ്യ എന്നതിലുപരി വലിയൊരു ആചാരപ്പെരുമയുടെയും വിശ്വാസത്തിൻ്റെയും കഥ പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സദ്യയാണ് പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിക്കരയിൽ നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ. ഞാനിപ്പോൾ നടക്കുന്ന ഈ വഴികളിൽ ജൂലൈ 19 ശേഷമുള്ള നാളുകളിൽ തിരുവാറന്മുളയപ്പൻ്റെ മണ്ണിൽ വള്ളപ്പാട്ടിൻ്റെ ഈണങ്ങൾ മുഴങ്ങിക്കേക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മങ്ങാട്ട് ഭട്ടതിരിയുടെ ഇല്ലത്ത് ഓണസദ്യ ഉണ്ണാൻ ഭഗവാൻ കൃഷ്ണൻ ഒരു ബാലരൂപത്തിൽ നേരിട്ടെത്തിയെന്ന വിശ്വാസമാണ് ഈ ആചാരത്തിന് പിന്നിൽ. അന്ന് ഭഗവാന് സദ്യ ഒരുക്കുവാൻ വിഭവങ്ങളുമായി വന്ന തോണിക്ക് കാവൽ നിന്നത് ഈ പള്ളിയോടങ്ങളിലെ കരക്കാരായിരുന്നു. കരക്കാരെ അഥവാ ഭഗവാന്റെ പ്രതിരൂപങ്ങളെ ഊട്ടുന്ന ഭക്തിനിർഭരമായ വഴിപാടാണ് വള്ളസദ്യ. വർഷത്തെ വള്ളസദ്യ വഴിപാടുകൾ ജൂലൈ 19 മുതൽ സെപ്റ്റംബർ 16 വരെയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയോട സംഘവും ബുക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വഴിപാട് നടത്തുന്നവർ ക്ഷണിക്കുന്നവർക്ക് പുറമെ സാധാരണ ഭക്തർക്കും സദ്യയിൽ പങ്കുചേരാൻ വള്ളസദ്യയുടെ പ്രധാന സംഘാടകരായ പള്ളിയോട സേവാ സംഘം വഴി പൊതുജനങ്ങൾക്ക് കൂപ്പണുകൾ ലഭ്യമാകാറുണ്ട്. ആറന്മുള കിഴക്കേ നടയിലുള്ള പള്ളിയോട സേവാ സംഘത്തിൻ്റെ പാഞ്ചജന്യ ഓഫീസിൽ നേരിട്ടെത്തി കൗണ്ടർ വഴി ബുക്ക് ചെയ്യാം. 300 രൂപയാണ് ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത്. കൂടാതെ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും വിവരങ്ങൾ അറിയാം. ഇനി ഫോൺ നമ്പർ വഴി ബന്ധപ്പെടുകയാണെങ്കിൽ 82813010 എന്ന നമ്പറിലും 0468231310 എന്ന നമ്പറിലും നമുക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം പുറമെ സെപ്റ്റംബർ 4 നടക്കുന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ യാതൊരു ബുക്കിങ്ങും കൂടാതെ ഭക്തർക്ക് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ തിരുവാറന്മുളയപ്പൻ്റെ ഈ മണ്ണിലെത്തണം. എവിടെ എത്തി സദ്യയുണ്ട്, വള്ളപ്പാട്ട് കേട്ട് അതിൽ പങ്കെടുത്ത് സായുജ്യമടയണം. തിരുവാറന്മുളയപ്പൻ നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം തരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ഓണം ആറന്മുളയിലാവട്ടെ. താങ്ക് യു.